സംവിധായിക ഇന്ദുലക്ഷ്മിക്കെതിരെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ലീഗൽ നോട്ടീസ്. ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത ചിത്രം IFFK അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാനിരിക്കെയാണ് നോട്ടീസ്. KSFDC ചെയർമാൻ ഷാജി N. കരുണിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചതിനാണ് നോട്ടീസ് നൽകിയത്. മാനനഷ്ടത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സംവിധായക കൂടിയായ ഇന്ദുലക്ഷ്മി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ എഴുതിയിരുന്നു. ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSFDC ചെയർമാൻ ഇന്ദുലക്ഷ്മിക്ക് ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒട്ടും ഹ്യൂമൻ ആയിട്ടുള്ള ഒരു നടപടിയായിട്ടോ ഒട്ടും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. കാരണം വനിതാ സിനിമ എന്ന് പറയുന്ന ഒരു പദ്ധതി ഗവൺമെന്റിന്റെ വളരെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിനെ നല്ലവിധം നടത്തിക്കൊണ്ട് പോകേണ്ട ഒരു ഓർഗനൈസേഷൻ തന്നെ ഇത്രയും ഇമോഷണലി ഹരാസ് ചെയ്ത് എല്ലാ സംവിധായകർക്കും ഇതിൽ നിന്നും മുറിവേറ്റിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. ആൻഡ് ഏകദേശം ഒരു 1.5 വർഷത്തോളമുള്ളൊരു നീണ്ട നിശബ്ദതയ്ക്കും അതിനുള്ളൊരു സഹിച്ചതിനും ശേഷമാണ് നമ്മൾ എല്ലാവരും പ്രതികരിക്കേണ്ടി വന്നത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത സിനിമ പുറം ലോകം കാണാതെ പോകുമായിരുന്നു. പുറത്ത് കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 18 months ഓഫ് സൈലൻസ് ആൻഡ് പെർസിവറൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സ്പീക്കപ്പ് ചെയ്തത്. ഇന്ദുലക്ഷ്മി KSFDCയുടെ സഹായത്തോടു കൂടി കഴിഞ്ഞ വർഷം നിള എന്ന സിനിമ സംവിധാനം ചെയ്തിരുന്നു. ആ സമയം മുതൽക്കേ KSFDCയുമായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്നും ഇന്ദു തുറന്നു പറയുന്നു. KSFDCയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ട്. വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പലതരത്തിലും മിനിസ്റ്ററിന്റെ ലെവലിലും ഒക്കെ നമ്മളെല്ലാവരും റിട്ടേൺ ആയിട്ടുള്ള കംപ്ലയിൻസും കൊടുത്തിട്ടുണ്ട്. വളരെ ആഗ്രഹത്തോടും സ്നേഹത്തോടും കൂടി സിനിമ ചെയ്യുവാനായിട്ട് വന്നിട്ട് അത് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും അതിനെ നിരന്തരമായി നമ്മളെ വ്യക്തി ഹത്യ ചെയ്യുന്ന പോലെ നമ്മുടെ പേഴ്സണലി ഇമോഷണലി നമ്മുടെ ഇന്റഗ്രിറ്റിയും ഡിഗ്നിറ്റിയും ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു എവറിഡേ ബേസിസിൽ നമുക്കത് പോരാടേണ്ടി വരുന്നത് അത് മനുഷ്യത്വപരമായിട്ട് തോന്നുന്നില്ല. നിലവിൽ 50 ലക്ഷം രൂപയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടത്തിയ പരാമർശത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം എന്ന സിനിമ IFFKയുടെ മത്സരയിനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.